ഹലോ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ പുതിയ അപ്ഡേഷനിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അർജൻറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ എന്താ പറയുന്നത്, ഒരു ദിവസം ഒരു 30-40 മെസ്സേജ് എനിക്ക് വാട്സപ്പിൽ വരും. സാർ, ഈ ഇൻകം പ്രൂഫും സാലറി സ്ലിപ്പും ഇല്ലാതെ ഏത് ആപ്പാണ് അല്ലെങ്കിൽ ഏത് NBFC ആണ് ലോൺ കൊടുക്കുന്നത്? 50,000 അല്ലെങ്കിൽ 20,000, 1,00,000 ഒക്കെ. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സാലറി ഇല്ലാതെ, ഇൻകം പ്രൂഫ് ഇല്ലാതെ ഈ ഒരു ആപ്പാണ് എനിക്ക് കൂടുതൽ തന്നിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയുന്ന ഒരു കണക്കെടുത്ത സമയത്ത് ഒരുപാട് പേർക്ക് സാലറി ഇല്ലാതെ ഏകദേശം 50,000, 1,00,000 രൂപ വരെ ലോൺ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് പേരുടെ പേര് പറയാം. സെയ്ദ് ഇസ്മായിൽ, അദ്ദേഹം ആലപ്പുഴ സ്വദേശിയാണ്. അദ്ദേഹത്തിന് 75,000 രൂപ ലോൺ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഷിബുലാൽ ഏകദേശം വന്നിട്ട് 75,000 രൂപ ലോൺ കിട്ടിയിട്ടുണ്ട്. പിന്നെ റിനേഷ് PB, ഇദ്ദേഹത്തിന് 1,00,000 രൂപ വരെ സാലറി ഇല്ലാതെ ലോൺ കിട്ടിയിട്ടുണ്ട്. അതുപോലെ വന്നിട്ട് അജീഷ്, ഇദ്ദേഹത്തിന് വന്നിട്ട് 40,000 രൂപയാണ് ലോൺ കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് പേർക്ക് ഞാൻ ഇവരെല്ലാം വിളിച്ച് ചോദിച്ചപ്പോൾ ഇവർ പറയുന്നത്, നമ്മൾ സാലറി ബേസിലല്ല, നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് കറക്റ്റ്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ആ ഒരു ഫില്ല് ചെയ്യുന്ന ഡീറ്റെയിൽസ് കറക്റ്റ് കൊടുക്കുക. നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും ഫ്രീലാൻസർ ആണെങ്കിലും നിങ്ങൾ എന്താ പറയുക, വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് തന്നെ ഏത് ലോണായാലും അപ്ലൈ ചെയ്യുക. ഏതൊരാൾക്ക് ഒരു ബാങ്കും ഒരാൾ പോലും ലോൺ കൊടുക്കുകയില്ല. ഓക്കെ, ഇപ്പോൾ നമ്മളൊരാളിൽ നിന്ന് കടം വാങ്ങിച്ചാൽ തന്നെ അദ്ദേഹം നോക്കും ഇയാൾ എങ്ങനെ തിരിച്ചു തരുമെന്നുള്ളത്. അതുപോലെ തന്നെയാണ് ബാങ്കും. ഓക്കെ, സാലറി സ്ലിപ്പും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും ചോദിക്കുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ തിരിച്ചടയ്ക്കാനുള്ള സോഴ്സ് അവർക്ക് കാണിച്ചു കൊടുക്കണം. അതിൻ്റെ പ്രൂഫൊന്നും ചോദിക്കില്ല. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു നല്ല സ്ഥാപനങ്ങളുടെ ഒരു പേര് കൊടുക്കുക. പിന്നെ 3 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, സാലറി ഒരു 20-30 ഇടയിൽ കൊടുക്കുക. ഓക്കെ, ഇതിനൊന്നും പ്രൂഫ് ചോദിക്കില്ല. ഇനി ഡോക്യുമെൻ്റ് ചോദിക്കുന്ന മീൻസ് ഡോക്യുമെൻ്റ് ചോദിക്കുന്ന ബാങ്കിങ് സ്ഥാപനങ്ങളും ഉണ്ട്. അത് വിട്, അത് വേറെ കാര്യം. ഓക്കെ, ട്രൂ ബാലൻസ് നിന്ന് എനിക്ക് സാലറിയില്ലാതെ ആദ്യം കിട്ടിയത് 25,000 രൂപയാണ്. ഇപ്പോൾ 30,000 രൂപയുണ്ട്. അതിൻ്റെ ലാസ്റ്റ് EMI വരുന്നത് ഓഗസ്റ്റ് 9-ാം തീയതിയാണ്. അതടച്ച് എനിക്ക് അടുത്ത ഒരു 50, 55, 60 രൂപയെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് ഞാൻ മുമ്പും 2-3 വീഡിയോസ് ചെയ്തതാണ്. അപ്പോൾ അത് ഫില്ല് ചെയ്യുന്ന ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ചെയ്യുക. ഞാൻ ഒരിക്കൽ കൂടി അത് പറഞ്ഞു തരാം. ഇതെല്ലാം നിങ്ങൾക്ക് നമ്മുടെ സ്ഥിരം കാണുന്ന വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഇത് മനഃപ്പാടമാണ്. എന്നാലും ഏറെക്കുറെ പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ റിപ്പീറ്റായിട്ട് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ എന്താണ് ലോൺ പർപ്പസ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സ്പീഡിനൊന്ന് പറയാം. നിങ്ങളിവിടെ ഹൗസ് റിപ്പയറോ അല്ലെങ്കിൽ എന്താ പറയുന്നത്, മെഡിക്കൽ കൊടുക്കേണ്ട, വെഡ്ഡിങ് ഇവൻറ്റോ കൊടുക്കുക. അപ്പോൾ നമുക്ക് വെഡ്ഡിങ് ഇവൻറ്റ് കൊടുക്കാം. വാട്ട്സ് യുവർ മെറിറ്റ് സ്റ്റാറ്റസ് എന്ന് ചോദിക്കും. അത് നിങ്ങൾ സിംഗിൾ ആണെങ്കിലും മാരിഡ് തന്നെ കൊടുക്കുക. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇതിന് 2 ദിവസം മുമ്പ് അല്ലെങ്കിൽ 2 ആഴ്ച മുമ്പ് ചെയ്ത വീഡിയോയിലുണ്ട്. ഇനി വാട്ട്സ് യുവർ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ, അത് നിങ്ങൾ 10ാം ക്ലാസ് ആയിക്കോട്ടെ 7 ആയിക്കോട്ടെ, നിങ്ങൾ ബാച്ചിലേഴ്സോ മാസ്റ്റേഴ്സോ തന്നെ കൊടുക്കുക. പിന്നെ ഹൗസിംഗ് ടൈപ്പ് നിങ്ങൾ സെൽഫ് ഫണ്ട് തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ പേരൻ്റൽ കൊടുക്കുക. ഈ റെൻറ്റഡോ റിലേറ്റീവ്സോ കൊടുക്കുകയാണെങ്കിൽ അവർ റിജക്റ്റ് ചെയ്ത് കളയും. സെൽഫ് ഫണ്ട് കൊടുക്കുക. പിന്നെ ഡു യു ഹാവ് എ ജോബ്, അതിൽ സെൽഫ് എംപ്ലോയിഡ്, സ്റ്റുഡൻറ്റ്, ഹൗസ് വൈഫ് ഒന്നും കൊടുക്കേണ്ട, സാലറി തന്നെ കൊടുക്കുക. ഇനി എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് ഫുൾ ടൈം ആണോ അല്ലെങ്കിൽ കോൺട്രാക്ച്വൽ ആണോ ഫ്രീലാൻസർ എന്ന് ചോദിക്കും. നിങ്ങൾ ഫ്രീലാൻസർ ആയിരിക്കും, എന്നാൽ റെഗുലർ എംപ്ലോയി തന്നെ കൊടുക്കുക. ഇനി എത്ര വർഷമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ കറക്റ്റ് 3 വർഷം മുതൽ 5 വർഷം വരെ കൊടുക്കുക. ഇത് കൊടുക്കേണ്ട കാരണം എന്ന് വെച്ചാൽ ലെസ് ദാൻ 1 ഇയർ കൊടുക്കുകയാണെങ്കിൽ അവർ വിചാരിക്കും ഇയാൾക്ക് ജോബ് സ്റ്റെബിലിറ്റി ഇല്ല, ഒരു സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് മറു സ്ഥലത്തേക്ക് മാറും, അങ്ങനെ ചാടി പോകുന്ന ആളെന്ന് വിചാരിച്ചാൽ അവർ സ്റ്റെബിലിറ്റിയിൽ കുറയ്ക്കും. 3 to 5 years കൊടുക്കുക. ഇനി വർക്ക് ചെയ്യുന്നൊരു സ്ഥാപനം, ഇപ്പോൾ യെസ് ബാങ്ക് ഉണ്ട്, വിപ്രോ, ഡെൽ, സദർലാൻഡ്, അങ്ങനെ ഒരുപാട് കമ്പനീസ് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടുക. അത് ഏതെങ്കിലും ഒരു കമ്പനി കൊടുക്കുക. ഇനി ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്, ഇത് കുഴപ്പമില്ല. മാനുഫാക്ചറിങ് കൊടുക്കാം, ബാങ്കിങ് ഫിനാൻസ് കൊടുക്കാം, പിന്നെ കൺസ്ട്രക്ഷൻ വേണ്ട. അതുപോലെ തന്നെ എന്താ പറയുക, മെഡിക്കൽ ഫാർമസി കൊടുക്കാം, കോമേഴ്സ് കൊടുക്കാം, ഗവൺമെൻറ്, കോൾ സെൻ്റർ, BPO, ഇതെല്ലാം നിങ്ങൾക്ക് കൊടുക്കാം. മീഡിയ, ഞാൻ ഇവിടെ മോസ്റ്റ് പ്രിഫർ ചെയ്യുന്നത് IT ആണ്. ഞാൻ IT ചെയ്തു. ഇതിൽ നിങ്ങൾക്ക് ഏകദേശം വന്നിട്ട് പ്രൊഫഷണലോ മാനേജറോ എക്സിക്യൂട്ടീവ് കൊടുക്കേണ്ട, എഞ്ചിനീയറോ അഡ്മിനിസ്ട്രേറ്റീവ്, ആ ഒരു ഓപ്ഷൻ കൊടുക്കുക. ഞാൻ മാനേജർ തന്നെ കൊടുക്കാം. സാലറി നിങ്ങളൊരു 20-30 ഇടയിലുള്ള സാലറി കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഏത് ഡേറ്റിലാണ് സാലറി കിട്ടുന്നത് അത് എൻ്റർ ചെയ്യുക. ഇനി ക്യാഷ് എങ്ങനെയാണ് ലഭിക്കുന്നത്, അത് നിങ്ങൾക്ക് ബാങ്ക് ആയിക്കോട്ടെ ക്യാഷ് ആയിക്കോട്ടെ, നിങ്ങൾ ബാങ്ക് ചെക്ക് ആയിക്കോട്ടെ ക്യാഷ് ആയിക്കോട്ടെ, നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് തന്നെ കൊടുക്കുക. ഇനി ഏത് ലാംഗ്വേജിലാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്, ഇത് മലയാളമില്ല, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, അത് നിങ്ങൾക്ക് ഏതാണോ പ്രിഫർ ആയിരിക്കുന്നത് അത് നിങ്ങൾ കൊടുക്കുക. ഇനി ലോൺ പ്രോഡക്ട്സിനെ കുറിച്ച് അറിയാമെന്നാണ് ചോദിക്കുന്നത്, അത് എസ് എന്ന് തന്നെ കൊടുക്കുക. ഇനി ഇവാലുവേറ്റ് മൈ ലോൺ ഓപ്ഷൻ ഉണ്ട്. ഇത് നമുക്ക് ഏകദേശം വന്നിട്ട് ഒരു 5 മിനിറ്റ് എടുക്കില്ല. അതിന് മുമ്പ് അവർ ഇവാലുവേറ്റ് ചെയ്തിട്ട് നമുക്ക് ലോൺ തരുന്നതാണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക.
ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വേറൊരു കാര്യം പറയാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബർ സുഹൃത്തുക്കൾ ചോദിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്ന മീൻസ് ആ ഒരു ട്രൂ ബാലൻസിൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ FBയിലോ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ സൈറ്റിലോ സെർച്ച് ചെയ്ത് പോകുന്ന സമയത്ത് HDFC ബാങ്ക് നോട്ട് റിക്യൂട്ട് സിബിൽ ലോൺ എമൗണ്ട് അങ്ങനെ പല പല ഓപ്ഷൻ, ഇപ്പോൾ യൂണിയൻ ബാങ്കിൻ്റെ പേരിലും ഫെഡറൽ ബാങ്കിൻ്റെ പേരിലും എല്ലാം കാണിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പോകുന്നത് തേർഡ് പാർട്ടി ഫേക്ക് വെബ്സൈറ്റിലായിരിക്കും. ഇതൊന്നും ഒരിക്കലും HDFC ബാങ്ക് ചെയ്യുന്നതല്ല. HDFC ബാങ്ക് ഇങ്ങനെ ചെയ്യുകയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു 10-75 പേര് എനിക്ക് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും പിക്ചർ വെച്ച് ഏതെങ്കിലും പ്രമുഖ ബാങ്കിൻ്റെ പിക്ചർ വെച്ച് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അത് നിങ്ങൾ പോകുന്ന ഫേക്ക് വെബ്സൈറ്റിലായിരിക്കും. അവർ നിങ്ങളെ മൊബൈൽ ഹാക്ക് ചെയ്യും, പിന്നെ ആകെ പണിയായിരിക്കും. അതുകൊണ്ട് ഇങ്ങനത്തെ വെബ്സൈറ്റിലാരും പോകരുത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബാണ് എൻ്റെ ഓർമ്മയിൽപ്പെടുത്തിയത് ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. യൂണിയൻ ബാങ്കിൻ്റെ പേരിലാണ് ഒരുപാട് പേര് ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്നത്. ഓക്കെ, യൂണിയൻ ബാങ്കിൻ്റെ പേരിൽ ഇങ്ങനെ പിക്ചർ അടിച്ചിറക്കിയിട്ട് അവരുടെ വെബ്സൈറ്റിൽ ചെയ്യും. ഇത് ക്രെഡിറ്റ് സ്പാർക്ക് എന്നൊരു കമ്പനിയാണ് ചെയ്തിരിക്കുന്നത്. ഇത് നോക്കുന്നവർ, അതായത് പെട്ടെന്ന് നോക്കുമ്പോൾ HDFC സിബിലില്ലാതെ ലോൺ കൊടുക്കുന്നു 3,50,000 രൂപ വരെ. പെട്ടെന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യും. അടിയിലത്തെ അത് വായിച്ച് നോക്കാതെ ക്ലിക്ക് ചെയ്യും. അത് നമ്മൾ എന്താ പറയുന്നത്, അത് ഫ്യൂച്ചറിലല്ല, ആ സ്പോട്ടിൽ തന്നെ നമുക്ക് ഒരു വലിയ ഡിസാസ്റ്റർ ആയിരിക്കും. നമ്മുടെ കോൺടാക്ട്സ് എല്ലാം എടുത്ത് അവരത് എന്താ പറയുന്നത് ഫേക്ക് മിസ്യൂസ് ചെയ്യും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സാലറി ഇല്ലാതെ എൻ്റെ അറിവിൽ ഏറ്റവും കൂടുതൽ ലോൺ കിട്ടിയത് എന്താ പറയുന്നത് ട്രൂ ബാലൻസ് ആണ്. എന്നോട് കുറേ പേര് ചോദിച്ചുകൊണ്ട് അതിൻ്റെ മറുപടി പറയുകയാണ്. എന്നാൽ ചില ആൾക്കാർക്ക് വേറെ ചില ആപ്പിൽ നിന്ന് കിട്ടുന്നുള്ളൂ, പക്ഷേ കൂടുതലും കിട്ടിയിരിക്കുന്നത് ട്രൂ ബാലൻസ് എന്നാണ്. അപ്പോൾ ഇനി വരുന്ന സമയങ്ങളിൽ നമ്മൾ സിബിൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ലോൺ കിട്ടുന്ന ബാങ്ക് ഏതാണ്, സാലറി ഇല്ലാതെ കൂടുതൽ ലോൺ കിട്ടുന്ന ബാങ്ക്, സിബിൽ എങ്ങനെ കൂട്ടാം, അങ്ങനെ ഒരുപാട് ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ഇനി വരുന്ന വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.